ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോളിഫ്ലവർ പെപ്പർ മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. Please subscribe this channel and press on the bell icon for the latest updates. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: കോളിഫ്ലവർ 400 ഗ്രാം, കുരുമുളക് പൊടി 3 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ, അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ, കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില 1 തണ്ട്, സവാള 2 എണ്ണം, ക്യാപ്സിക്കം 1ന്റെ പകുതി, സോയാ സോസ് 2 ടീസ്പൂൺ, എണ്ണ വറുക്കാൻ ആവശ്യത്തിന്, പിന്നെ പാകത്തിന് ഉപ്പും. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 400 ഗ്രാം കോളിഫ്ലവർ കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം ആവശ്യമാണെങ്കിൽ 1-2 ടീസ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ കോളിഫ്ലവർ കഴുകിയെടുത്തപ്പോൾ ഉള്ള വെള്ളം ഉണ്ട് അതിൽ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ പുരട്ടി എടുക്കുമ്പോൾ അത് നല്ലപോലെ പുരണ്ട് വന്നില്ലെങ്കിൽ 1-2 ടീസ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് എല്ലാ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കി എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കോളിഫ്ലവറിൻ്റെ പീസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോളിഫ്ലവർ നന്നായിട്ട് വെന്ത് വരില്ല, പുറമെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ഒരു ഭാഗം വെന്ത് വരാൻ വേണ്ടിയിട്ട് 5-6 മിനിറ്റ് എടുക്കും. ഇപ്പോൾ ഒരു ഭാഗം വെന്തിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി താഴത്തെ ഭാഗം കൂടി ഒന്ന് വെന്ത് വരണം. ഇപ്പം താഴത്തെ ഭാഗവും വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലോട്ട് മാറ്റാം. ഇനി വേറൊരു പാൻ വയ്ക്കുക. ഇതിലോട്ട് ഞാൻ നേരത്തെ കോളിഫ്ലവർ വറുത്ത എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി സവാള ഒന്ന് നിറം മാറിയിട്ട് വരണം. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ചുപ്പ് ചേർത്താൽ മതി. സവാള വഴണ്ട് വരാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് ചേർക്കുക. കാരണം നമ്മൾ നേരത്തെ കോളിഫ്ലവറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ സോസ് ഒഴിക്കും. അപ്പോൾ അതിനും കുറച്ച് ഉപ്പ് കാണും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ സവാളയുടെ നിറം മാറി വരണം. നിറം മാറി വരുമ്പോൾ നമുക്ക് 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം പെട്ടെന്ന് തന്നെ വെന്ത് വരും. 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റാം. എരിവ് കുറവ് വേണമെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. ഇനി 1 മിനിറ്റ് കഴിയുമ്പോൾ ഇതങ്ങ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കോളിഫ്ലവർ പെപ്പർ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.